ഓഹോ എന്റെ പൊന്നു സഹോദര, മരിക്കുന്നതിന് ഒരു നിമിഷം മുമ്പ് നീ ഞങ്ങളൊക്കെ ഇട്ട ഒരു വീഡിയോ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പലരും പറയും നിങ്ങൾക്ക് എന്തിനാ റിയാക്ട് ചെയ്യണമെന്ന്. ഇത്തരത്തിലൊരു മറുവശം ഉണ്ടെന്നും അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ടെന്നും മനസ്സിലാക്കിയിട്ടെങ്കിലും ആളുകൾ ഇത്തരത്തിലൊരു ഒരു തീരുമാനത്തിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം നമ്മൾ ഇതൊക്കെ സപ്പോർട്ടായി നിൽക്കുന്നത്. ഇത് പുരുഷാവകാശ കമ്മീഷൻ ഇടപെടേണ്ട കേസല്ല. എന്തിയെ അയത്തണം ചത്തോടാ, എന്തിയെ ഇവൻ എവിടെ? രാഹുൽ ഈശ്വരനെ കാണാനില്ലല്ലേ? പീഡകരാണെങ്കിലേ നമുക്ക് ഇഷ്ടമുള്ളൂ അല്ലേ? ഇതുപോലെ ഇന്നസെന്റ് ആണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യണ്ട, അല്ലെങ്കിൽ ഫെയിമിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ മതി. ഇത് സത്യം പറഞ്ഞാൽ ഓരോ വ്യക്തികളും എടുക്കുക മാത്രമല്ല, ആ പെങ്കൊച്ചിനെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഇനി ഒരുത്തി ഇതുപോലത്തെ ഒരു പോക്കൃത്തരം കാണിക്കരുത്. ക്യാമറ ഉണ്ടെന്ന് കരുതി ആരെ എന്തും വഷളാക്കാന്നുള്ള ഒരു ടൈം. നിനക്ക് ഇത്രത്തോളം ഫോളോവേഴ്സ് ഉണ്ടെന്ന് അതിന്റെ അർത്ഥം അതെടുത്ത് വെച്ച് ആളുകളെ വലിപ്പിക്കുക എന്നുള്ളതാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത്രയും സീരിയസ് ആയിട്ട് വേറെ നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ആ മീഡിയം. ഇങ്ങനെ കുറെ പെണ്ണുങ്ങളുണ്ട് നമുക്ക് ചുറ്റും, ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട്. വ്യക്തി അധിക്ഷേപത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മളെ ബാധിക്കാത്തൊരു വിഷയമാണെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് കയറി കിടന്ന് അങ്ങ് നശിപ്പിക്കാനായിട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു കുറെ എണ്ണം ഉണ്ട്. അതിലൊന്ന് തട്ടം ഇട്ടുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. നീ ആ കമ്മ്യൂണിറ്റി കേൾക്കാൻ പോകുന്ന തെറി അസാധ്യമായിരിക്കും. എവിടെ പോയി നിൽക്കുമെന്ന് അറിയത്തില്ല. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർ തന്നെ അവളെ കൊണ്ടുപോയി പോലീസിൽ ഒപ്പടയ്ക്കണം. അങ്ങനെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഇത്തരത്തിലുള്ള പോക്കൃത്തരങ്ങൾ അനുവദിച്ചു കൊടുക്കാക്കത്തില്ല. ഇപ്പൊ നമ്മൾ അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവൾ ചെയ്ത നല്ല പ്രവൃത്തി, അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ വൈറലാവാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്ന് പറയാം. ഒരു മിസ്റ്റേക്കിന്റെ ബലം അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കിന്റെ ഫലം ആ പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതമാണ്. അതൊരു കുടുംബത്തിന്റെ നാഥനായിരിക്കത്തില്ലേ? അപ്പൊ അറിഞ്ഞ പോലും ഉണ്ടാവില്ല. കഷ്ടം. ഈ രീതിയിൽ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അറിഞ്ഞ കേസ് പോലും ആയിരിക്കത്തില്ല. പബ്ലിക്കിൽ അവന്റെ ഫേസ് റിവീൽ ആവുക, അവൻ നിൽക്കുന്ന പ്രൊഫഷൻ അത് ഇതാവും, അവന് ജോലി നഷ്ടപ്പെടും, അവന്റെ ഉപജീവനം നഷ്ടപ്പെടും, അവന് സൊസൈറ്റി ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. അവന്റെ ഭാര്യ കെട്ടിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എത്ര കഷ്ടപ്പെടുമെന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇങ്ങനെ വ്യക്തികളുടെ ജീവിതം വെച്ച് കളിക്കല്ലേ. ഒന്നും പറയാനില്ല കേട്ടോ. സത്യമായിട്ടും വല്ലാത്തൊരു വിഷമം വന്ന തൊണ്ടയിൽ നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ്. സത്യമാകരുതേ എന്നാണ് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത്. സത്യമായിട്ട് ഇയാൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാൻ കുറെ മീഡിയ സെർച്ച് ചെയ്ത് നോക്കി, ഒരാൾ ഇത് ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല. മേ ബി ഇത് എന്തെങ്കിലും ഇഷ്യൂ വരുമെന്നുള്ളത് കൊണ്ടായിരിക്കാം, എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ മാതൃകാപരമായ പെൺകുട്ടികളെ ശിക്ഷിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സങ്കടം വരുന്നു കേട്ടോ. നമ്മൾക്ക് ഇന്നലേക്ക് എത്ര പറഞ്ഞതാണ്. ഒരു നിമിഷം അയാൾ അതൊന്ന് കണ്ടിരുന്നെങ്കിൽ ഇയാൾ ഈ തീരുമാനം എടുക്കുമായിരുന്നോ? അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെ ഓവർകം ചെയ്യുമെന്തോ. കുടുംബത്തിന് ശക്തി കൊടുക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒന്നും പറയാനില്ല. പാവം, കഷ്ടം.